കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മനസ്സിനൊരു കരുതൽ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ കർമ്മസദൻ ADS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബോധപൂർവം മെന്റലി ഇല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധിയായ തലങ്ങളിൽ മാനുഷികമായ സാഹചര്യങ്ങളിൽ, സമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബങ്ങളുടെ സാഹചര്യങ്ങളിൽ, തൊഴിലിടങ്ങളുടെ സാഹചര്യങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളുടെ സാഹചര്യങ്ങളിലൊക്കെയും നിരവധി മാനസികമായി തകർന്നു പോകപ്പെട്ടിരിക്കുന്നവരും തകർക്കപ്പെടുന്നവരുമുണ്ട്. നിരന്തരമായി നീതി നിഷേധിക്കപ്പെടുന്ന, സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിലേക്കൊക്കെ നമ്മൾ ഇന്ന് സഭയ്ക്ക് വലിയൊരു കർത്തവ്യം അവരെ തേടിപ്പിടിക്കാനും അവരെയൊക്കെ സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് സമഗ്രമായ ഒരു ആരോഗ്യത്തോടുകൂടെ, ഞാൻ പറയും ഉദ്ധിതന്റെ ചൈതന്യത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പാകത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സഭയ്ക്ക് ഒന്നാമതായി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വിവിധ മേഖലകളിലെ മാനസികമായി വിഷമത അനുഭവിക്കുന്നവരെയും നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ തേടിപ്പിടിച്ച് അത്തരക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫാദർ ഷിൻഡോ മാത്യു, ഡോക്ടർ സിസ്റ്റർ ജുവാൻ ചുങ്കപ്പുര, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, ഡോക്ടർ ബോബി, ഡോക്ടർ സിസ്റ്റർ റീമ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് മാനസികാരോഗ്യ പ്രവർത്തകരുടെ കേരള റീജിയന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ നിരക്ക്, കുടുംബ വഴക്കുകൾ, കൗമാരം നേരിടുന്ന വെല്ലുവിളികൾ, മദ്യമയക്കുമരുന്നിന്റെ അതിപ്രസരം എന്നിവയെ സംബന്ധിച്ച് ഡോക്ടർ രോഹിണി വിരാതൻ, സിജി ആന്റണി, ഡോക്ടർ ജോസഫ് സക്കരിയ എന്നിവർ ക്ലാസ് നയിച്ചു. മാനസികാരോഗ്യ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100ഓളം പേർ പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു.